ഹലോ എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ത്യൻ ചരിത്രമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്രാചീന ഇന്ത്യൻ ചരിത്രം പാർട്ട് 3 വരെ കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ കണ്ടതിന് ശേഷം ഈ ക്ലാസ് വന്ന് കാണാം കേട്ടോ. ഇതൊരു ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഓർഡർ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിച്ചാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ കുറച്ചൊരു ബ്രേക്ക് ഉണ്ട് അതിൻ്റെ ഇടയിൽ പല പല കാര്യങ്ങളുകൊണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രാചീന ഇന്ത്യ ചരിത്രമൊക്കെ എന്തിനാണ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചരിത്രം പൊടുന്നതിന് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺഫ്യൂഷനൊന്നും ഇല്ലാതിരിക്കാനും ഒരു പോയിന്റും നമ്മൾ ഇതിനകത്ത് വിട്ടു പോകണ്ട. ചില സമയത്തൊക്കെ ഈ മിഡിൽ ചരിത്രത്തിൽ നിന്ന്, അതായത് മധ്യകാല ചരിത്രത്തിൽ നിന്നും പ്രാചീന ചരിത്രത്തിൽ നിന്നൊക്കെ ചില ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ പോയിന്റുകളും ഒന്ന് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ മോഡേൺ ഇന്ത്യൻ ചരിത്രത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം പ്രാചീന ഇന്ത്യൻ ചരിത്രത്തിന് PSC പഠിക്കുമ്പോൾ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല. എങ്കിൽ പോലും ക്ലാസ്സുകളൊക്കെ ഒന്ന് കേട്ട് അതിൻ്റെ പ്രധാന പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവാം. അപ്പോൾ പ്രാചീന ഇന്ത്യ ചരിത്രം ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചേരന്മാരെ കുറിച്ചാണ്. ഓക്കെ, കുലശേഖരന്മാർ എന്ന വിഖ്യാതരായ 12 രാജാക്കന്മാർ മഹോദയപുരം, അതായത് കൊടുങ്ങല്ലൂര്, അപ്പം മഹോദയപുരത്തിൻ്റെ ഇപ്പോഴത്തെ പേരാണ് കൊടുങ്ങല്ലൂര്, തലസ്ഥാനമാക്കി AD 800 മുതൽ 1102 വരെ ഭരിച്ചു. ഓക്കെ, ഇവരാണ് നമ്മൾ ചേരന്മാരെന്നൊക്കെ പറയുന്നത്. കുലശേഖരന്മാർ എന്ന വിഖ്യാതമായ 12 രാജാക്കന്മാർ ചേർന്നാണ് ഇത് ഭരണം നടത്തിയത്. 800-820 കാലയളവിൽ ഭരണം നടത്തിയ കുലശേഖര വർമ്മയാണ് 2ാം ചേര സാമ്രാജ്യ സ്ഥാപകൻ. ഇങ്ങനെ ചില പേരുകൾ വരും. അപ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധയോടെ കൂടി കേൾക്കുക. സ്ക്രീനിൽ നോക്കി പഠിക്കുന്നവരും ഇത് കേട്ട് പഠിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ പോയിന്റും ഒരു 3 വട്ടെങ്കിലൊക്കെ ഒന്ന് വായിക്കാനും കൂടുതൽ പ്രാവശ്യം വീഡിയോസ് കേൾക്കാനും ഒക്കെ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പോയിന്റും എനിക്ക് കിട്ടിയ എല്ലാ പോയിന്റും ഞാൻ സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റ് വിട്ടു പോകരുത്. അത് മാത്രമല്ല, ഇനി ഓഡിയോ കേൾക്കാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓഡിയോ കേൾക്കാതെ സ്ക്രീനിൽ നോക്കി പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അവർക്ക് മിസ്സാവാതിരിക്കാനാണ്. ഇതിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അങ്ങോട്ട് വായിക്കുകയാണല്ലോ എന്നുള്ള ക്രിറ്റിസിസം ഒക്കെ വരുമായിരിക്കും. എങ്കിൽ പോലും ഓക്കെ, ഈ വംശത്തിലെ 2ാമത്തെ രാജാവായിരുന്നു രാജശേഖര വർമ്മയുടെ കാലത്താണ് കൊല്ലവർഷം ആരംഭിച്ചത്. അതായത് ഈ കൊല്ലവർഷം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, കലണ്ടറാണ്. അത് ആരംഭിച്ചത് ഈ വംശം, ഈ 2 ചേര സാമ്രാജ്യ വംശത്തിലെ 2ാമത്തെ രാജാവായിരുന്ന രാജശേഖര വർമ്മയുടെ കാലത്താണ് കൊല്ലവർഷം ആരംഭിച്ചത്. ചില സമയത്ത് ഈ കൊല്ലവർഷത്തെ പറ്റിയൊക്കെ ചോദ്യമുണ്ട് കേട്ടോ. രാമവർമ്മ കുലശേഖരനായിരുന്നു അവസാന ചേര ചക്രവർത്തി. രാമവർമ്മ കുലശേഖരൻ. നമ്മളിവിടെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണമൊന്നുമില്ല. ഈ എന്താ പറയുക, പഴയ കാലത്ത് ഈ ചരിത്രം അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളും പഠിച്ചു പോകുന്നുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ചോളന്മാർ മഹോദയപുരം ചുട്ടരിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ചേരന്മാരുടെ അവസാന രാജാവായിരുന്ന രാമവർമ്മ കുലശേഖരൻ എന്ന വ്യക്തിയുടെ ഭരണകാലത്താണ് ചോളന്മാർ വന്നിട്ട് മഹോദയപുരം, അതായത് കൊടുങ്ങല്ലൂര് എന്ത് ചെയ്തത് ചുട്ടരിച്ചത്, തീ വെച്ചു. ഇതിനെ തുടർന്ന് രാമവർമ്മ കുലശേഖരൻ തൻ്റെ തലസ്ഥാനം കൊല്ലത്തേക്ക് മാറ്റി. അപ്പോൾ അവിടെ സേഫ് അല്ല, പിന്നെ അത് മുഴുവൻ ചുട്ടരിച്ച് ഉപയോഗശൂന്യമായല്ലോ. അപ്പോൾ എന്ത് ചെയ്തു, കൊല്ലത്തേക്ക് അദ്ദേഹം തൻ്റെ തലസ്ഥാനം മാറ്റി. മുസ്രീസ് ചേരന്മാരുടെ പ്രധാന തുറമുഖമായിരുന്നു. നമുക്കറിയാം അല്ലേ, മുസ്രീസ് കൊടുങ്ങല്ലൂരാണ്. മുസ്രീസ് ചേരന്മാരുടെ പ്രധാന തുറമുഖമായിരുന്നു. പോയിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ. മുസ്രീസിൽ ഇന്ന് പല മാറ്റങ്ങളൊക്കെ വരുത്തി. ഇന്ന് അതൊരു പ്രധാനപ്പെട്ട തുറമുഖമൊന്നും അല്ല. പക്ഷെ അതൊരു പൈതൃക പ്രദേശം പോലൊക്കെ അവിടെ കുറേ കോട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നന്നായി സംരക്ഷണം ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ എന്നാലും പോയി കാണാൻ സാധിക്കുന്നവരൊക്കെ പോയി കാണാം. ഓക്കെ, ചെങ്കൊട്ടുവൻ ചേരനാണ് ചേര രാജവംശത്തിലെ മഹാനായ രാജാവ്. ചെങ്കൊട്ടുവൻ ചേരനാണ് ചേര രാജവംശത്തിലെ മഹാനായ ഏറ്റവും പ്രഗത്ഭനായ രാജാവ്. ഇദ്ദേഹമാണ് റെഡ് ചേരൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ റെഡ് ചേരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചെങ്കൊട്ടുവൻ ചേരൻ. അതായത് ചേ വെച്ച് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ചുവപ്പ് എന്നുള്ള അർത്ഥം ഉണ്ടല്ലേ. ചെങ്കൊടി, ചെങ്കോട്ട എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ചുവപ്പ് കൊടി അല്ലെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ ചെമപ്പ് കോട്ട എന്നൊക്കെയാണ്. അപ്പോൾ ചെങ്കൊട്ടുവൻ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം റെഡ് ചേരൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. വാഞ്ചിയാണ് ചേരന്മാരുടെ തലസ്ഥാനം. വാഞ്ചിയാണ് ചേരന്മാരുടെ തലസ്ഥാനം. ഓക്കെ, ഈ പോയിന്റുകൾ വായിച്ചെത്താത്തവർ വായിച്ചെത്തി പോസ് ചെയ്ത് വായിച്ചെത്തിയതിന് ശേഷം മാത്രം അടുത്ത സ്ലൈഡിലേക്ക് വന്നാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് പാണ്ഡ്യന്മാരെ കുറിച്ച്. അപ്പോൾ ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരാണ് കേരളം ഭരിച്ചത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിനകത്ത് പാണ്ഡ്യന്മാർ തമിഴ്നാട്ടിലെ മധുര കേന്ദ്രമാക്കി ഭരിച്ചു വരുന്നവരാണ് പാണ്ഡ്യന്മാർ. തമിഴ്നാട്ടിലെ മധുരയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം. ഏറ്റവും പ്രാചീനമായ ദക്ഷിണേന്ത്യൻ രാജവംശമാണ് പാണ്ഡ്യ രാജവംശം. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഏറ്റവും പ്രാചീനമായ ദക്ഷിണേന്ത്യൻ രാജവംശം ചോള രാജവംശമാണ്.
അപ്പോൾ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ തെറ്റേതാണ് ശരി ഏതാണ് എന്നൊക്കെ വരുന്ന ചോദ്യങ്ങളിൽ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഏതാ ഏറ്റവും പ്രാചീനമായ രാജവംശം? ദക്ഷിണേന്ത്യയുടെ കാര്യമാണ് പറയണേ. അത് പാണ്ഡ്യ രാജവംശമാണ്. നെടുംചെഴിയനാണ് ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി. നെടുംചെഴിയൻ. മെഗസ്തനീസ് ആണ് പാണ്ഡ്യന്മാരെ കുറിച്ച് പരാമർശിച്ച ആദ്യ വിദേശ സഞ്ചാരി. മെഗസ്തനീസ് ആണ് പാണ്ഡ്യന്മാരെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ആദ്യ വിദേശ സഞ്ചാരി. മാർക്കോപോളോയുടെ വിവരണങ്ങളിൽ നിന്നും പാണ്ഡ്യരാജ്യത്തെക്കുറിച്ച് പല വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഓക്കെ, മെഗസ്തനീസ് അതുപോലെ തന്നെ മാർക്കോപോളോ ഇവരുടെയൊക്കെ യാത്രാ വിവരണങ്ങളിൽ നിന്ന് പല രീതിയിലുള്ള വിവരങ്ങളും നമുക്ക് പാണ്ഡ്യന്മാരെ കുറിച്ച് അവൈലബിൾ ആണ്. പാണ്ഡ്യന്മാരുടെ കാലത്താണ് മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചത്. ഇന്നത്തെ വളരെ പ്രശസ്തമായ മധുരയിലുള്ള മധുര മീനാക്ഷി ക്ഷേത്രം നിർമ്മിച്ചത് പാണ്ഡ്യന്മാരുടെ കാലത്താണ്. പാണ്ഡ്യന്മാരുടെ പ്രധാന തുറമുഖമാണ് കോർക്കൈ. പാണ്ഡ്യന്മാരുടെ പ്രധാന തുറമുഖമാണ് കോർക്കൈ. അതുപോലെ തന്നെ ചേരന്മാരുടെ മുസ്രീസ് ആയിരുന്നു. പാണ്ഡ്യന്മാരുടെ പ്രധാനപ്പെട്ട തുറമുഖം കോർക്കൈ ആണ്. പാണ്ഡ്യരാജ്യത്തെ മുത്തുവിളയുന്ന നാട് എന്ന് വിശേഷിപ്പിച്ചത് മെഗസ്തനീസ് ആണ്. പാണ്ഡ്യരാജ്യത്തെ മുത്തുവിളയുന്ന നാട് എന്ന്, അതായത് അത്രയും പ്രോസ്പർ ആയിട്ടുള്ള കൺട്രി എന്ന രീതിയിൽ മെഗസ്തനീസ് വിവരിച്ചു. പാണ്ഡ്യരാജാക്കന്മാർ വിദേശ വ്യാപാരികളിൽ വളരെ ഉദാരമായ സൗജന്യങ്ങൾ ചെയ്തുകൊണ്ട്, അതായത് ഇവർക്ക് വിദേശത്തു നിന്ന് വരുന്ന വ്യാപാരികളായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശ വ്യാപാരികൾ ഒത്തിരി ഇവരുടെ നാട്ടിൽ വരികയും അവരായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് ആ പോയിന്റ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനി അടുത്തത്, അപ്പോൾ വായിച്ചതിന് ശേഷം മാത്രം അടുത്ത ഇതിലേക്ക് വരിക. അടുത്തതാണ് പല്ലവന്മാർ കേട്ടോ. പല്ലവന്മാർ സിംഹവിഷ്ണുവിൻ്റെ കാലത്തോടെയാണ് പല്ലവന്മാരുടെ കാലം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ സിംഹവിഷ്ണു ആരാണ്? അദ്ദേഹത്തിൻ്റെ അതൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. നമ്മൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നത് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ്. ഓക്കെ, അത്രയും ഡീപ്പായിട്ട് പോകണം എന്നുള്ളത് അങ്ങനെ പഠിക്കുന്ന അത്യാവശ്യമുള്ളവർ മാത്രം അങ്ങനെയുള്ള ഡീറ്റെയിൽസിനെ പറ്റി വിഷമിച്ചാൽ മതി, അല്ലെങ്കിൽ ആലോചിച്ചാൽ മതി. പക്ഷേ PSCയിൽ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഴയ കാലത്തെക്കുറിച്ചൊന്നും ചോദ്യം ഉണ്ടാവാറില്ല. ഓക്കെ, ഓൾഡ് ഏജിനെ കുറിച്ച് അത്രയ്ക്ക് ചോദിക്കാറില്ല. പലപ്പോഴും ചോദ്യമേ ഉണ്ടാവാറില്ല. ചില ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നും. അതുകൊണ്ടാണ് നമ്മളത് വിടാത്തത്, ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയാണ്. ഓക്കെ, സിംഹവിഷ്ണുവിൻ്റെ കാലത്തോടെയാണ് പല്ലവന്മാരുടെ കാലം. അപ്പോൾ പല്ലവന്മാർക്ക് മുന്നേ സിംഹവിഷ്ണുവായിരുന്നു, അത് മനസ്സിലാക്കുക. കാഞ്ചി ആയിരുന്നു പല്ലവന്മാരുടെ തലസ്ഥാനം. എന്തായിരുന്നു? കാഞ്ചി. ഓക്കെ, കാഞ്ചി ആയിരുന്നു പല്ലവന്മാരുടെ തലസ്ഥാനം. സിംഹവിഷ്ണുവിന് ശേഷം അധികാരത്തിൽ വന്ന മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ്റെ കാലത്ത് ചാലൂക്യ രാജാവായ പുലികേശി രണ്ടാമൻ പല്ലവ രാജ്യം ആക്രമിച്ചു കീഴടക്കി. അതായത് ഒരു മധ്യ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഒരു രാജവംശമായിരുന്നു ചാലൂക്യന്മാർ. ഓക്കെ, ചാലൂക്യർ. അവരുടെ രാജാവായിരുന്ന പുലികേശി രണ്ടാമനാണ് പല്ലവ രാജ്യം ആക്രമിച്ച് കീഴടക്കി. ഓക്കെ, മഹേന്ദ്രവർമ്മൻ്റെ കാലഘട്ടത്തിൽ. ആ സമയത്ത് പല്ലവ രാജാവ് ആരായിരുന്നു? മഹേന്ദ്രവർമ്മനായിരുന്നു. മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ്റെ കാലത്ത് ചാലൂക്യ രാജാവായ പുലികേശി രണ്ടാമൻ പല്ലവ രാജ്യം ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ ഇവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ കലഹം ഉണ്ടാവുന്നതായിട്ടും യുദ്ധം ഉണ്ടാവുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കും കേട്ടോ ഹിസ്റ്ററിയിൽ. ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുള്ളവർക്ക് ചോദിക്കാം. എൻ്റെ കയ്യിൽ നോട്ട്സ് ഉണ്ട്. കാരണം നമ്മുടെ ഈ NCERT ടെക്സ്റ്റ് ബുക്കുകളുടെയൊക്കെ ഒരു ഇത് നമ്മൾ നടത്തിയിട്ടുണ്ട് മുന്നേ. അതുകൊണ്ട് ആ നോട്ടുണ്ട്. പക്ഷേ PSCക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ അതൊന്നും ഉൾപ്പെടുത്താത്തത് കേട്ടോ. മഹേന്ദ്രവർമ്മൻ്റെ പിൻഗാമിയായ നരസിംഹവർമ്മൻ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിരുന്നു 630-668 AD. ചോള ചേര പാണ്ഡ്യ രാജാക്കന്മാരെ തുടർച്ചയായ യുദ്ധത്തിൽ പരാജിതരാക്കി. അപ്പോൾ ഈ മഹേന്ദ്രവർമ്മൻ്റെ പിൻഗാമിയായിരുന്നു നരസിംഹവർമ്മൻ. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരെയൊക്കെ യുദ്ധത്തിൽ തുടർച്ചയായി പരാജിതരാക്കിയിട്ടുണ്ട്. ചൈനീസ് സഞ്ചാരിയായ ഹുയാങ് സാങ് നരസിംഹവർമ്മൻ്റെ കാലത്താണ് കാഞ്ചി സന്ദർശിച്ചത്. ചൈനീസ് സഞ്ചാരിയായ ഹുയാങ് സാങ് നരസിംഹവർമ്മൻ്റെ കാലത്താണ് കാഞ്ചി സന്ദർശിച്ചത്. പല്ലവന്മാർ നിർമ്മിച്ച മാമല്ലപുരം, അതായത് ഇന്നത്തെ മഹാബലിപുരം, ഒറ്റക്കല്ലിൽ തീർത്ഥക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമാണ്. അപ്പോൾ നിങ്ങൾ മഹാബലിപുരത്തൊന്നും പോയി കാണാനായിട്ട് കണ്ടിട്ടില്ലാത്തവർ ഇനി അവസരം കിട്ടുമ്പോൾ തീർച്ചയായും ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പോയി കാണാൻ പറ്റിയ സ്ഥലമാണ്. കാരണം അത്ര വർഷങ്ങൾക്ക് മുമ്പ് അവർ ഒറ്റക്കല്ലിൽ തീർത്ഥക്ഷേത്രവും അവിടെ എന്നിട്ട് പ്രതിമകളും ശില്പങ്ങളും കൊത്തുവർക്കുകളും ഒക്കെ കാണാനായിട്ട് അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ വളരെ അത്ഭുതത്തിൽ നമുക്കിങ്ങനെ തോന്നും. അത്രയും വർഷം മുന്നേ അവരെങ്ങനെ ഇതൊക്കെ ചെയ്തു എന്ന് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. കൈകൊണ്ട് എങ്ങനെ അത് ചെയ്തു എന്ന്. ഓക്കെ, അപ്പോൾ മഹാബലിപുരം പോയി കാണാം. അപ്പോൾ ഈ മഹാബലിപുരം മാമല്ലപുരം എന്നാണ്, അല്ലെങ്കിൽ മാമല്ലപുരം എന്നറിയപ്പെടുന്നുണ്ട്. ഇത് പല്ലവന്മാരാണ് അവരുടെ
എന്താ പറയുക ആർട്ട് വർക്കും ഒക്കെയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. വാസ്തുശില്പവിദ്യയിൽ പ്രസിദ്ധരാണ് പല്ലവന്മാർ. വാസ്തുശില്പവിദ്യ അതായത് കൽപ്പണിയും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രസിദ്ധരായിരുന്നു ഈ പല്ലവന്മാർ. കൃഷ്ണ നദിക്കും കാവേരി നദിക്കും ഇടയിലായിരുന്നു പല്ലവ രാജവംശം. കൃഷ്ണ നദിക്കും കാവേരി നദിക്കും ഇടയിലായിരുന്നു പല്ലവ രാജവംശം. സംസ്കൃത ഭാഷയ്ക്ക് പല്ലവന്മാർ വളരെയധികം പ്രോത്സാഹനം നൽകിയിരുന്നു. സംസ്കൃത ഭാഷ അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഷയായിട്ടൊക്കെ കണ്ട് അതിന് വളരെയധികം അത് പഠിക്കാനായിട്ട് ഉന്നത കുലജാതരെയൊക്കെ വളരെയധികം പ്രേരണകളും അതിന് പ്രാധാന്യവും പ്രോത്സാഹനവും ഒക്കെ നൽകിയിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ഗുപ്ത സാമ്രാജ്യം. ഓക്കെ, ഗുപ്ത സാമ്രാജ്യം AD 320 മുതൽ 450 വരെയുള്ള കാലഘട്ടത്തിലാണ് നമുക്ക് ഗുപ്ത സാമ്രാജ്യം കാണാൻ പറ്റും. AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോ ഡൊമിനിക്, അതായത് ആഫ്റ്റർ കോമൺ എറ എന്ന് പറയാം. ഓക്കെ, കോമൺ എറ ആഫ്റ്റർ കോമൺ എറ എന്ന് പറയേണ്ട കാര്യമില്ല. കോമൺ എറയാണ് ഇപ്പോൾ നടക്കുന്നത്. ബിഫോർ കോമൺ എറ BC, ആഫ്റ്റർ കോമൺ എറയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടമാണ്, അതായത് ക്രിസ്തുവർഷം 1 മുതൽ മുന്നോട്ടേക്ക് പോകുന്നതാണല്ലോ നമ്മുടെ കാലഘട്ടം, ബാക്കിലേക്ക് പോകുന്നതാണ് BC അല്ലെങ്കിൽ ബിഫോർ കോമൺ എറ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ AD 320 450 കാലഘട്ടത്തിലാണ് ഗുപ്ത സാമ്രാജ്യം. AD 4-ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്നത് ഇതാണേ 300-കളിലെയാണ്. 300 മുതൽ 399 വരെയുള്ള സമയത്തിനാണ് AD 4-ാം നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഹിസ്റ്ററിയിൽ തുടക്കത്തിലെ ക്ലാസ്സുകളിൽ തന്നെ ഇതുപോലത്തെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. AD 4-ാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യം വികസിക്കുവാൻ തുടങ്ങി. AD 4-ാം നൂറ്റാണ്ടിലാണ് അതായത് 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്ക കാലഘട്ടമാണല്ലോ. തുടക്കത്തിലുള്ള കുറച്ച് വർഷങ്ങളാണ് ഈ 320 എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ AD 4-ാം നൂറ്റാണ്ടിൽ ഗുപ്ത സാമ്രാജ്യം വികസിക്കാൻ തുടങ്ങി. ഗുപ്തവംശത്തിൻ്റെ സ്ഥാപകനായി ഏർപ്പെടുന്നത് ശ്രീഗുപ്തനാണ്. അപ്പോൾ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ശ്രീഗുപ്തൻ. എന്നാൽ ഗുപ്ത സാമ്രാജ്യം ഒരു സാമ്രാജ്യമായി വികസിപ്പിച്ചത് ചന്ദ്രഗുപ്തൻ്റെ ഒന്നാമൻ്റെ കാലഘട്ടം. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ്റെ കാലത്താണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പേരാണ് ചന്ദ്രഗുപ്തൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഗുപ്ത സാമ്രാജ്യം ഒരു സാമ്രാജ്യമാവുന്നത്. എങ്ങനെയാണ്? തൊട്ടടുത്തുള്ള രാജ്യങ്ങളൊക്കെ അല്ലെങ്കിൽ പോയി നമുക്ക് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ആൾക്കാരെയൊക്കെ കീഴ്പ്പെടുത്തി നമ്മുടെ രാജ്യത്തിന് കീഴിലാകുമ്പോൾ അത് എന്തായി? നമ്മുടെ രാജ്യം ഒരു സാമ്രാജ്യമായി. അങ്ങനെ ഒരു സാമ്രാജ്യം ഏറ്റവും വികസിച്ചത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ്. എന്നാൽ ഈ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് ശ്രീഗുപ്തനാണ്. ഇന്ത്യ ചരിത്രത്തിൽ സുവർണകാലം എന്നാണ് ഗുപ്തന്മാരുടെ കാലഘട്ടം അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരാം, ഇന്ത്യൻ ചരിത്രത്തിൽ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? മുഗൾ ചക്രവർത്തിമാരുടെ കാലം, അല്ലെങ്കിൽ സുൽത്താനേറ്റ് ഭരണകാലം, അതല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരാം. പക്ഷേ ഏതാണത് അറിയപ്പെടുന്നത്? ഗുപ്തന്മാരുടെ കാലഘട്ടമാണ് സുവർണ കാലഘട്ടം എന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ, വിക്രമാദിത്യൻ, കുമാരഗുപ്തൻ, സ്കന്ദഗുപ്തൻ എന്നിവരാണ് ഗുപ്ത സാമ്രാജ്യത്തിലെ പ്രമുഖ ഭരണാധികാരികൾ. ഓക്കെ, ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, ഈസിയാണ്. എല്ലാവരുടെയും പേരിൻ്റെ കൂടെ ഗുപ്തനുണ്ട്. ഓക്കെ, ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ആദ്യത്തെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ഓർമ്മിച്ചു വെച്ചോളൂ, അദ്ദേഹമായിരുന്നു ആദ്യത്തെ പ്രധാനപ്പെട്ട രാജാവ്. ആദ്യത്തെ രാജാവ് എന്നുള്ള അർത്ഥമില്ല, എന്നാൽ ആദ്യത്തെ പ്രധാനപ്പെട്ട രാജാവ്. വിജ്ഞാനത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച നവരത്നങ്ങൾ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ രാജസദസ്സിനെ അലങ്കരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ നവരത്നങ്ങൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അത് പല മേഖല, ഇപ്പം ഹിസ്റ്ററിയുടെ മേഖലയിലോ അല്ലെങ്കിൽ ഇപ്പം അസ്ട്രോണമിയുടെ ഇതിനകത്തോ അതല്ലെങ്കിൽ അങ്ങനെ പല മേഖലകളിൽ നിന്ന് പ്രാഗൽഭ്യം തെളിയിച്ച ആളുകൾ അടങ്ങിയ നവരത്നം നവം എന്ന് പറഞ്ഞാൽ 9 പേര് ഉണ്ടായിരുന്നു. കാളിദാസൻ, പക്ഷപണ്ണകൻ, ശങ്കു, ഘടകർപ്പൻ, വരരുചി, ധന്വന്തരി, അമരസിംഹൻ, വേതാളഭട്ടൻ, വരാഹമിഹിരൻ ഇവരാണ് നവരത്നങ്ങൾ. ഇവരൊക്കെയായിരുന്നു നവരത്നങ്ങളായിട്ടുണ്ടായിരുന്നത്. സാഹിത്യത്തിൽ മികവ് പുലർത്തുന്നവർക്കായി മധ്യപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സമ്മാനമാണ് കാളിദാസ പുരസ്കാരം. അതായത് കാളിദാസൻ ഈ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ രാജസദസ്യൻ ആയിരുന്നു. അപ്പോൾ ഏത് കാലഘട്ടത്തിലാണ്? ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലാണ് കാളിദാസനും ജീവിച്ചിരുന്നത്. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ മഹാരാജാധിരാജൻ എന്ന ബിരുദം സ്വീകരിച്ചു. സ്വയം സ്വീകരിക്കുന്നതാണ് ഈ ബിരുദമൊക്കെ. ഞാൻ മഹാരാജാധിരാജൻ ആണ്, അല്ലെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കണം എന്നുള്ളതൊക്കെ അവർ സ്വയം തീരുമാനിക്കുന്നതാണ്. അങ്ങനെ ഒരു ബിരുദം സ്വയം സ്വീകരിച്ചിരുന്നു. ഇദ്ദേഹമാണ് AD 320 ഗുപ്തവർഷം ആരംഭിച്ചത്. AD 320 ഗുപ്ത സാമ്രാജ്യം ആരംഭിക്കുന്നത്. ഓക്കെ, ആ വർഷം തന്നെ എന്ത് ചെയ്തു? ഇദ്ദേഹം ഗുപ്തവർഷം എന്ന് പറയുന്ന ഒരു സംഭവവും ആരംഭിച്ചു. ഓക്കെ,
നോക്കൂനി, മെഹ്റോളി സ്തൂപ ലിഖിതം ചന്ദ്രഗുപ്തൻ ഒന്നാമൻ്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്നു. ഇങ്ങനത്തെ പോയിന്റുകളാണ് ഈ ഓൾഡ് ഇറേനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ, ഏൻഷ്യൻ്റ് ഇറേനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. കാരണം ഇങ്ങനത്തെ ചില ഹിസ്റ്റോറിക്കലായിട്ടുള്ള ലിഖിതങ്ങളോ മോണിമെൻറ്റ്സോ അതാരെ നിർമ്മിച്ചേ, അല്ലെങ്കിൽ അതിനകത്ത് പറയുന്നത് എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മെഹ്റോളി സ്തൂപ ലിഖിതം എന്ന് പറയുന്നത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ്റെ അവദാനങ്ങൾ, അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു സംഭവമാണ്. അലഹബാദ് സ്തംഭം സമുദ്രഗുപ്തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അലഹബാദ് സ്തംഭത്തിൽ സമുദ്രഗുപ്തൻ, ഇവരൊക്കെ ഗുപ്ത സാമ്രാജ്യന്റെ രാജാക്കന്മാരായിരുന്നു. സമുദ്രഗുപ്തൻ, ഇന്ത്യൻ നെപ്പോളിയൻ, കവിരാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടാം, അല്ലെങ്കിൽ ഒരാൾ തന്നെ മറ്റ് പല പേരുകളിൽ അറിയപ്പെടാം. അതൊക്കെ അപ്പോൾ ആ പേര് പറഞ്ഞിട്ട് അത് ആരാണ് എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ കവിരാജ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവ് ആരാണ്? അപ്പോൾ സമുദ്രഗുപ്തൻ ഉണ്ടാവും, അതിനകത്ത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ രണ്ടാമൻ എന്നൊക്കെ പറഞ്ഞുണ്ടാവും. അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം സമുദ്രഗുപ്തനാണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു അദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ആസ്ഥാന കവിയായിരുന്നു ഹരിസേനൻ. ആരുടെ? സമുദ്രഗുപ്തൻ രാജാവിൻ്റെ ആസ്ഥാന കവി ആരായിരുന്നു? ഹരിസേനൻ ആണ്. അപ്പം ഞാൻ പറയുന്നത് കുറച്ച് സ്പീഡ് കൂടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡിൽ കേൾക്കാം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സെറ്റിങ്ങിൽ പോയിട്ട്, യൂട്യൂബിൻ്റെ സെറ്റിങ്ങിൽ പോയിട്ട് സ്പീഡ് കൂട്ടി കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സമയം കുറച്ച് സേവ് ചെയ്യാനായിട്ട് പറ്റും. സമുദ്രഗുപ്തൻ്റെ കാലത്ത് പ്രചരിച്ചിരുന്ന നാണയങ്ങളിൽ അദ്ദേഹം വീണ വായിക്കുന്ന ചിത്രം മുദ്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമുദ്രഗുപ്തൻ്റെ കാലത്ത്, അപ്പോൾ അദ്ദേഹം ഇന്ത്യൻ നെപ്പോളിയൻ, കവിരാജ, അപ്പോൾ കവിതയിലും സാഹിത്യത്തിലൊക്കെ ഒരു എന്താ പറയുക, ഒരു താല്പര്യമുള്ള വ്യക്തിയായിരിക്കാം അദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ സമയത്തുണ്ടായിരുന്ന നാണയങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ വീണ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം മുദ്രണം ചെയ്തിട്ടുണ്ട്. വിൻസെൻ്റ് സ്മിത്ത് ആണ് സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിളിച്ചത്. അപ്പോൾ ആരാണ് ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് സമുദ്രഗുപ്തനെ വിളിച്ചത്? വിൻസെൻ്റ് സ്മിത്ത് ആണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, വിക്രമാദിത്യൻ, ശാഖാരി, ദേവരാജൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ വിക്രമാദിത്യൻ എന്നും ശാഖാരി, ദേവരാജൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. നവരത്നങ്ങൾ എന്ന പണ്ഡിത സദസ്സ് വിക്രമാദിത്യൻ്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. വിക്രമാദിത്യൻ എന്ന് പറയുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ സദസ്സിനെ നവരത്നങ്ങൾ, നേരത്തെ പറഞ്ഞല്ലോ അതേ പോയിന്റ് തന്നെ, നവരത്നങ്ങൾ എന്നൊരു പണ്ഡിത സദസ്സ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത്. ആരുടെ? വിക്രമാദിത്യൻ്റെ, അതായത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് ഫാഹിയാൻ എന്ന് പറയുന്ന ചൈനീസ് സഞ്ചാരി എന്താ പറയുക ഗുപ്ത സാമ്രാജ്യം സന്ദർശിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യ സന്ദർശിച്ചത് എന്ന് പറയാം. ശാകുന്തളം, മാളവിക നിമിത്രം, വിക്രമോർവശീയം, രഘുവംശം, കുമാരസംഭവം, ഋതുസംഹാരം, മേഘസന്ദേശം എന്നിവ കാളിദാസന്റെ കൃതികളാണ്. കാളിദാസന് എന്താ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ വിക്രമാദിത്യൻ്റെ സദസ്സിലെ പണ്ഡിത സദസ്സിലെ നവരത്നങ്ങളിലെ ഒരു വ്യക്തിയായിരുന്നു ആര്? കാളിദാസൻ. കാളിദാസന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ശാകുന്തളം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം, രഘുവംശം, കുമാരസംഭവം, ഋതുസംഹാരം, മേഘസന്ദേശം, അങ്ങനെ ഒക്കെ ഉള്ള പല പല കൃതികളും. ഓക്കെ, ഇതൊക്കെ നമുക്ക് കുറേ പേർക്കൊക്കെ അറിയാവുന്ന പോയിന്റുകളായിരിക്കും. ഇനി അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത സ്ലൈഡിൽ ഡൽഹിയിലെ ഇരുമ്പ് തൂണ്, അജന്ത ഗുഹയിലെ ചിത്രങ്ങൾ എന്നിവ ഗുപ്തന്മാരുടെ കലാപരമായ പ്രാധാന്യം കാണിക്കുന്നു. അപ്പോൾ ഡൽഹിയിലെ ഇരുമ്പ് തൂണിൻ്റെ പ്രത്യേകത എന്താ? അത് തുരുമ്പെടുക്കുന്നില്ല. അതിങ്ങനെ മണ്ണിൽ കുഴിച്ചുപെട്ടണ പോലെയാണെങ്കിലും അത് തുരുമ്പെടുക്കുന്നില്ല. അതിൻ്റെ എങ്ങനെയാണ്, എന്ത് ടെക്നിക്കാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ഇന്നും വളരെയധികം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അജന്ത ഗുഹയിലെ ചിത്രങ്ങൾ ഇതൊക്കെ ഗുപ്തന്മാരുടെ കലാപരമായ പ്രാധാന്യം കാണിക്കുന്നു. ഗുപ്ത കാലഘട്ടത്തിലെ രണ്ട് പ്രസിദ്ധ സർവകലാശാലകളായിരുന്നു നളന്ദയും തക്ഷശിലയും. അതായത് ഈ ഗുപ്ത കാലഘട്ടത്തിനെ നമ്മളുടെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. അതായത് ഒരു സമാധാനമുള്ളൊരു അന്തരീക്ഷം ഉണ്ടായാൽ അവിടെ ആർട്ടായാലും അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആയാലും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്ലറിഷ് ആവുള്ളൂ. അപ്പോൾ ഗുപ്ത സാമ്രാജ്യത്തിലേക്ക് നോക്കി നമുക്ക് മനസ്സിലാവും എന്താ അവിടെ കലയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. നവരത്നങ്ങൾ പോലുള്ളൊരു സദസ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പല പല വിജ്ഞാന മേഖലകളെ അവർ പരിപോഷിച്ചിരുന്നു, അല്ലെങ്കിൽ അതിനെ പരിഗണിച്ചിരുന്നു, അതിനവർ പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളതൊക്കെയാണ്. എഡ്യൂക്കേഷന് പ്രാധാന്യം നൽകിയിരുന്നു. അതുകൊണ്ടാണല്ലോ സർവകലാശാലകൾ ഉണ്ടായിരുന്നത്. നളന്ദയും തക്ഷശിലയും പോലെയുള്ള സർവകലാശാലയൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ അവരതിനെ നിലനിർത്തി പോന്നുകൊണ്ടിരുന്നായിരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ ഗുപ്ത കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സുവർണ്ണ കാലഘട്ടം ആണ്. ആളുകൾ കുറച്ചും കൂടിയും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഉണ്ടായത് നമുക്ക് കഴിയുക. പ്രസിദ്ധമായ അജന്ത എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലാണ്.
അജന്ത എല്ലോറ ഏത് ഗുഹകൾ ഏത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. അവിടെ തന്നെ ഔറംഗാബാദ് എന്ന് പറയുന്ന ജില്ലയിലാണ് അജന്ത എല്ലോറ ഗുഹകളുള്ളത്. പൈയുടെ വില 3.1416 കൃത്യമായി ഗണിച്ചത് ആര്യഭടനാണ്. അത് അദ്ദേഹവും ഗുപ്ത കാലഘട്ടത്തിൽ തന്നെയാണ്. പൈയുടെ വില നമ്മളിന്ന് വൃത്തത്തിൻ്റെ വിസ്തീർണവും അതുപോലെ തന്നെ അതിൻ്റെ പെരിമീറ്ററും ഒക്കെ കാണാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ പൈയുടെ വില അറിയണം. അത് 3.1416 എന്ന് കൃത്യമായി ഗണിച്ചത് ആര്യഭടനാണ്. കുമാരഗുപ്തൻ്റെ ഭരണകാലത്താണ് ഹൂണന്മാർ ഇന്ത്യ ആക്രമിച്ചത്. കുമാരഗുപ്തൻ എന്ന് പറയുന്ന വ്യക്തി, ആ രാജാവിൻ്റെ ഭരണകാലത്താണ് ഹൂണന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ത്യ ആക്രമിച്ചത്. തുടർച്ചയായി ഇവരുടെ ആക്രമണവും സാമ്രാജ്യം തകരാൻ ഇടയായി. അപ്പോൾ ഈ ഹൂണന്മാരുടെ തുടർച്ചയായിട്ടുള്ള ആക്രമണമാണ് ഈ സാമ്രാജ്യം തകരാൻ ഇടയായത്. ഗുപ്തന്മാരുടെ തലസ്ഥാനം പ്രയാഗ്, അലഹദാബാദിലെ പ്രയാഗ് ആണ്. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ തലസ്ഥാനം ഉജ്ജയിനിയാണ്. ഇത് നമുക്കറിയാം. ഉജ്ജയിനി നമുക്ക് ഈ കാളിദാസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഉജ്ജയിനിയൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ട് എത്രയോ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത്. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ തലസ്ഥാനം ഉജ്ജയിനിയാണ്. ഗുപ്തന്മാരുടെ ഔദ്യോഗിക ചിഹ്നം ഗരുഡൻ ആണ്. ഗുപ്തന്മാരുടെ ഔദ്യോഗിക ചിഹ്നം ഗരുഡനാണ്. ഗുപ്തന്മാരുടെ ഔദ്യോഗിക ഭാഷ സംസ്കൃതമാണ്. ഗുപ്ത സാമ്രാജ്യത്തിലെ അവസാന രാജാവ് സ്കന്ദഗുപ്തൻ ആണ്. ഗുപ്ത സാമ്രാജ്യത്തിലെ അവസാന രാജാവ് സ്കന്ദഗുപ്തൻ ആണ്. ഇന്ത്യൻ ഷേക്സ്പിയർ, ഇന്ത്യൻ കവികളുടെ രാജകുമാരൻ എന്നീ വിശേഷങ്ങളുള്ളത് കാളിദാസനാണ്. ശരിക്കും ടെക്നിക്കലി കാളിദാസനെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് വിളിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. ഷേക്സ്പിയർ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക്, 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് കാളിദാസൻ ജീവിച്ചിരിക്കുന്നത്. ഷേക്സ്പിയറിനേക്കാളും വളരെ ഗഹനമായിട്ടുള്ള കൃതികളൊക്കെ എഴുതിയിരിക്കുന്ന വ്യക്തിയും കൂടിയാണ് കാളിദാസൻ. എന്നിപ്പോലും നമുക്കറിയാം കൊളോണിയലിസത്തിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഇതൊക്കെ. കാളിദാസനെ ഇന്ത്യൻ ഷേക്സ്പിയറായിട്ടും ഇന്ത്യൻ കവികളുടെ രാജകുമാരനായിട്ടൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിഷ്ണു ശർമ്മൻ പഞ്ചതന്ത്ര കഥകൾ രചിച്ച കാലഘട്ടം ഗുപ്ത കാലഘട്ടമാണ്. ഓക്കെ, വിഷ്ണു ശർമ്മനാണ് പഞ്ചതന്ത്ര കഥകൾ എഴുതിയിട്ടുള്ളത്. ആ കഥകളെ രചിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഗുപ്ത കാലഘട്ടമാണ്. നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് കുമാരഗുപ്തൻ ആണ്. നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് കുമാരഗുപ്തൻ ആണ്. നോക്കൂ, ഇനി അടുത്തത് പാലാ രാജവംശമാണ്. പാലാ രാജവംശം കുറച്ച് ലെങ്തി ആവും ഈ ഒരു ക്ലാസ്, എന്നാലും ഒന്ന് ക്ഷമിച്ചിരിക്കുക. ഓക്കെ, പാലാ രാജവംശം. ഗോപാലനാണ് പാലാ രാജവംശത്തിൻ്റെ സ്ഥാപകൻ. പാലാ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ഗോപാലനാണ്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ പാലാ ടൗൺ ആലോചിക്കരുത്. ഇത് നോർത്ത് ഇന്ത്യയിലുള്ളൊരു രാജവംശമാണ്. പാലാ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ഗോപാലൻ എന്ന് പറയുന്ന ഒരു രാജാവാണ്. ബംഗാളിലാണ് പാലാ രാജവംശം ശക്തി പ്രാപിച്ചിരുന്നത്. ബംഗാളിൽ. ഓക്കെ, പാലാ രാജാവായ ധർമ്മപാലനാണ് വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത്. ഓക്കെ, വിക്രമശില സർവകലാശാല എന്ന് പറയുന്ന സർവകലാശാല യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് പല്ലവ രാജാവായ ധർമ്മപാലനാണ്. മഹേന്ദ്രപാലൻ ഒന്നാമൻ ആണ് കാവ്യമീമാംസ രചിച്ചത്. ഈ കാവ്യമീമാംസയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് രചിച്ചത് ആരാണ്? മഹേന്ദ്രപാലൻ ഒന്നാമൻ എന്ന് പറയുന്ന പാലാ രാജവംശം രാജാവാണ്. പാലാ രാജവംശത്തിലെ ധർമ്മപാലനെ പരാജയപ്പെടുത്തിയ രാഷ്ട്രകൂട രാജാവ് ധ്രുവൻ. പാലാ രാജവംശത്തിലെ ധർമ്മപാലനെ പരാജയപ്പെടുത്തിയ രാഷ്ട്രകൂടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രാജവംശമാണ്. നോർത്ത് ഇന്ത്യ, മിഡിൽ ഇന്ത്യ എന്നീ അങ്ങനെ ആ ഒരു ഏരിയയിൽ ഭരിച്ചിരുന്ന ആൾക്കാരാണ് രാഷ്ട്രകൂടർ. അവരെ പരാജയപ്പെടുത്തി രാഷ്ട്രകൂട രാജാവ് ആരെ പരാജയപ്പെടുത്തി? പാലാ രാജവംശത്തിലെ ധർമ്മപാലനെ പരാജയപ്പെടുത്തി. അതായത് രാജാവാണ് ധ്രുവൻ എന്ന് പറയുന്ന രാഷ്ട്രകൂട രാജാവാണ്. പാലാ രാജവംശക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന മതം ബുദ്ധമതം ആണ്. പാലാ വംശക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന മതം ബുദ്ധമതമാണ്. ഏത് വംശമാണ് തിരഞ്ഞെടുക്കപ്പെട്ട രാജാവിനാൽ സ്ഥാപിതമായത്? പാലാ വംശം. ഓക്കെ, അവിടെ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവിനാൽ സ്ഥാപിതമായി എന്ന് പറയുമ്പോൾ എന്താണ് ഇമ്പോർട്ടൻറ്റ്? നമ്മൾ സാധാരണ രാജാവിൻ്റെ മകനാണ് അടുത്ത രാജാവാവുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. പാലാ വംശത്തിൽ അങ്ങനെയല്ല ഉണ്ടായത്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജാവാണ് രാജാവായിട്ട് മാറിയത്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രാജാവായിട്ട് മാറിയത്. അങ്ങനെ ഒരു വംശമാണ് പാലാ വംശം. നളന്ദ സർവകലാശാലയെ പുനരുജ്ജീവിപ്പിച്ച പാലാ വംശ രാജാവ് ധർമ്മപാലനാണ്. ഓക്കെ, ധർമ്മപാലൻ തന്നെയാണ് വിക്രമശില സർവകലാശാല പണിതത്. അതുപോലെ തന്നെ നളന്ദ സർവകലാശാല തീരെ ഒരു ഉണർവില്ലാതിരിക്കുകയായിരുന്നു. അതിനെ പുനരുജ്ജീവിപ്പിച്ച പാലാ വംശ രാജാവാണ് ധർമ്മപാലൻ. പാലാ വംശത്തിലെ മഹാനായ രാജാവ് ധർമ്മപാലനാണ്. അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം തന്നെയായിരിക്കും പാലാ വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ്. ആര്? ധർമ്മപാലൻ. പ്രതിഹാര വംശത്തിൻ്റെ ശാഖ ജോധ്പൂരിൽ സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്രൻ ആണ്.
പ്രതിഹാര വംശത്തിൻ്റെ ശാഖ മാൾവയിൽ ഉജ്ജയിനി തലസ്ഥാനമാക്കി സ്ഥാപിച്ചത് നാഗഭട്ടൻ ഒന്നാമനാണ്. അത് വേറൊരു വംശമാണ് കേട്ടോ, അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഈ വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ഭോജൻ ആണ്. രാഷ്ട്രകൂട വംശത്തിൻ്റെ തലസ്ഥാനം മാന്യഖേദ. അതായത് ഇത് നമ്മൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അതല്ലെങ്കിൽ PSCക്ക് നമുക്ക് ഇത്രമാത്രം മതി. എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ച രാഷ്ട്രകൂട രാജാവ് കൃഷ്ണൻ ഒന്നാമൻ ആണ്. കൃഷ്ണൻ ഒന്നാമൻ. എല്ലോറ കൈലാസനാഥ ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ടതും വളരെ ഇമ്പോർട്ടൻറ്റും പ്രശസ്തിയായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കൈലാസനാഥ ക്ഷേത്രം. ഇത് എങ്ങനെ സ്ഥാപിച്ചെടുത്തു എന്ന് പോലും നമുക്ക് ഇന്നും വളരെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ച രാഷ്ട്രകൂട രാജാവാണ് കൃഷ്ണൻ ഒന്നാമൻ. ഓക്കെ, ഇനി കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് കേട്ടോ, നോക്കാം. സേനന്മാർ ഏത് പ്രദേശമാണ് ഭരിച്ചത്? ബംഗാൾ പ്രദേശമാണ് സേനന്മാർ ഭരിച്ചത്. ബംഗാൾ പ്രദേശം. ഏത് പ്രദേശം? ബംഗാൾ പ്രദേശമാണ് ആര്? സേനന്മാർ ഭരിച്ചത്. സേനന്മാരുടെ തലസ്ഥാനം നാദിയ. സേനന്മാരുടെ തലസ്ഥാനം നാദിയ. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം, അന്നത്തെ കാലത്ത് പ്രദേശത്ത് ഒരുപാട് കുഞ്ഞു അല്ലെങ്കിൽ വലിയ രാജാക്കന്മാരും അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അടിയും ഇടിയും യുദ്ധങ്ങളും കലഹങ്ങളും ഒക്കെ ആയിരുന്നു. ഒരു സമയത്ത് ഒരാൾക്കാർ ജയിക്കും, കുറച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാരായിരിക്കും ജയിക്കുന്നത്, അവർ വേറെ ആൾക്കാർ വന്ന് ആക്രമിക്കും. ഇങ്ങനെ ഒരുപാട് രീതിയിൽ ഇങ്ങനെ വിഭജിച്ച് കിടക്കുന്ന ഒരു നാടായിരുന്നു നമ്മളുടെ ഇന്ത്യ. അല്ലാണ്ട് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രദേശമോ ഇന്ത്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നത്തെ ഇന്ത്യയുടെ ഭൂപടം ആലോചിക്കരുത്. പാകിസ്ഥാനും നേപ്പാളും ഭൂട്ടാനും നമ്മുടെ ശ്രീലങ്കയും അതുപോലെ തന്നെ ബംഗാളും മ്യാൻമറും എന്ന് വേണ്ട, അങ്ങനെ എന്താ പറയുക, ഒരു വലിയ ഭൂപ്രദേശം ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മളിത് പഠിക്കാനായിട്ട്. സേനാ വംശത്തിലെ ആദ്യ ഭരണാധികാരി വിജയസേനൻ. കനൗജിലെ ഗഹഡ്വാല വംശത്തിൻ്റെ ആദ്യ രാജാവ് ചന്ദ്രദേവൻ. ഗഹഡ്വാല വംശത്തിൻ്റെ അവസാനത്തെ രാജാവ് ജയചന്ദ്രൻ. അജ്മീർ സ്ഥാപിച്ചത് അജയ രാജാവ്. പെട്ടെന്ന് ഓർത്തിരിക്കാമല്ലോ. അജ്മീർ സ്ഥാപിച്ചത് അജയ രാജാവ്. ഗുജറാത്ത് ഭരിച്ച സോളങ്കി വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ജയസിംഹ സിന്ധരാജ്. ഇതൊക്കെ ചുമ്മാ കേട്ട് പോയാൽ മതി, വളരെ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എങ്കിലും കേട്ട് പോവാം. ഗുജറാത്ത് ഭരിച്ച സോളങ്കി വംശത്തിൽ. അപ്പോൾ ഈ സോളങ്കി വംശം ഗുജറാത്തിലായിരുന്നു എന്നുള്ളൊരു പോയിന്റ് അവിടെ ഉണ്ടല്ലോ. ഏറ്റവും മഹാനായ രാജാവ് ജയസിംഹ സിന്ധരാജ്. അവന്തിനാഥൻ എന്ന ബിരുദം സ്വീകരിച്ച ചാലൂക്യ രാജാവ് ജയസിംഹ സിദ്ധരാജ്. അവന്തിനാഥൻ എന്ന ബിരുദം സ്വയം അങ്ങ് സ്വീകരിക്കുകയാണ്. ആ ബിരുദം സ്വീകരിച്ച ചാലൂക്യ രാജാവാണ് ജയസിംഹ സിന്ധരാജാവ്. ജൈന പണ്ഡിതനായ ഹേമചന്ദ്രൻ ആരുടെ സദസ്സിലായിരുന്നു? ജയസിംഹ സിദ്ധരാജാവിൻ്റെ സദസ്സിനായിരുന്നു ഹേമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ജൈനമത പണ്ഡിതനായിരുന്നു ഹേമചന്ദ്രൻ. പ്രാകൃത ഭാഷയുടെ പാണിനി എന്നറിയപ്പെടുന്നത് ഹേമചന്ദ്രൻ. ഈ പ്രാകൃത ഭാഷ എന്തിനൊക്കെയാണ്? നമ്മളുടെ ബുദ്ധ മതത്തിൻ്റെ ഭാഷയായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച ഭാഷ പ്രാകൃത ഭാഷയാണ്. അതുപോലെ തന്നെ ഇതൊക്കെ പ്രാകൃത ഭാഷയിലാണ്. അപ്പോൾ ആ ഭാഷയുടെ പാണിനി, അതിനകത്ത് പണ്ഡിതനായ വ്യക്തി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഹേമചന്ദ്രൻ. ബുദ്ധ ജൈന മതങ്ങളൊക്കെ പ്രാകൃത ഭാഷയിലാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്താണ് എഴുതുകയും അല്ലെങ്കിൽ പ്രചരിക്കുകയും ഒക്കെ ചെയ്തത്. നോക്കുക ഇനി അടുത്തത്. ഓക്കെ, അവസാനത്തെ സാമ്രാജ്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വർധന സാമ്രാജ്യം. AD 606 മുതൽ 647 വരെയാണ് വർധന സാമ്രാജ്യം ഉണ്ടായിരുന്നത്. പുരാതന ഇന്ത്യയിലെ അവസാനത്തെ പ്രധാന രാജാവായിരുന്നു ഹർഷവർദ്ധനൻ. അതായത് ഈ വർധന സാമ്രാജ്യമാണ് പുരാതന ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന അവസാന സാമ്രാജ്യം. ഇത് കഴിഞ്ഞാൽ ഇനി മധ്യകാല ഇന്ത്യയുടെ ചരിത്രമാണ് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ പുരാതന ഇന്ത്യയിലെ അവസാനത്തെ പ്രധാന രാജാവായിരുന്നു ഹർഷവർദ്ധനൻ. ഗുപ്ത രാജവംശത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉത്തരേന്ത്യയിൽ വളർന്നു വന്ന ഒരു പ്രബല രാജവംശമായിരുന്നു താനേശ്വരത്തിലെ വർദ്ധനന്മാർ. ഓക്കെ, വർദ്ധനന്മാർ എവിടെയായിരുന്നു? താനേശ്വർ. അപ്പോൾ ഗുപ്തവംശത്തിന് ശേഷം ഉത്തരേന്ത്യയിൽ വന്ന അതിൻ്റെ ഇടയിൽ കൊച്ചു രാജവംശങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഗുപ്തവംശത്തിന് തകർച്ചയ്ക്ക് ശേഷം ഉത്തരേന്ത്യയിൽ വളർന്നു വന്ന വളരെ പ്രധാനപ്പെട്ട പ്രബലരായിട്ടുള്ള രാജവംശം ആരായിരുന്നു? താനേശ്വരത്തിലെ വർദ്ധനന്മാരായിരുന്നു. ഇന്നത്തെ ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി വളർന്നു വന്ന താനേശ്വരത്തിൻ്റെ തലസ്ഥാനം കനൗജ് ആയിരുന്നു. അപ്പോൾ ഈ വർധന സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതായിരുന്നു? കനൗജ് ആയിരുന്നു. അത് ഉത്തർപ്രദേശിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു. ഓക്കെ, പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഏതാ?
വെസ്റ്റേൺ സൈഡ്. ഹിന്ദു മതവിശ്വാസിയായിരുന്ന അദ്ദേഹം ചൈനീസ് സഞ്ചാരിയായ ഹുയാങ് സാങ്ങിൻ്റെ സ്വാധീനത്തിൽ ബുദ്ധിമത സംരക്ഷകനായി മാറി. അപ്പോൾ ഈ കനൗജ് രാജാവായിരുന്ന വ്യക്തി, ഓക്കെ, വർദ്ധനൻ എന്ത് ചെയ്തു? ഒരു എന്താ പറയുക, അദ്ദേഹം ഹിന്ദു മതവിശ്വാസിയാണ്. അതായത് ഈ വർദ്ധന സാമ്രാജ്യത്തിൻ്റെ ആൾക്കാരൊക്കെ ആദ്യം ഹിന്ദു മതവിശ്വാസികളായിരുന്നു. പക്ഷെ പിന്നീട് ചൈനീസ് സഞ്ചാരിയായ ഹുയാങ് സാങ്ങിൻ്റെ സ്വാധീനത്തിൽ ഇവർ ബുദ്ധമത സംരക്ഷകരായിട്ട് മാറി. ഹർഷൻ്റെ സദസ്സിനായിരുന്നു ഹർഷചരിത്രത്തിൻ്റെയും കാദംബരിയുടെയും കർത്താവായ ബാണഭട്ടൻ. ഹർഷൻ എന്ന് പറയുന്ന രാജാവിൻ്റെ സദസ്യനായിരുന്നു ഹർഷചരിത്രം എന്നെഴുതിയ ആ ബുക്ക് എഴുതിയ വ്യക്തിയും അതുപോലെ തന്നെ കാദംബരി എന്ന കൃതി എഴുതിയ വ്യക്തിയുമായിട്ടുള്ള ബാണഭട്ടൻ. ബാണഭട്ടൻ ആരുടെ സദസ്യനായിരുന്നു? ഹർഷൻ്റെ സദസ്യനായിരുന്നു. അപ്പോൾ ഈ ബാണഭട്ടനാണ് ഹർഷചരിത്രവും കാദംബരിയും ഒക്കെ എഴുതിയിട്ടുണ്ട്. താനേശ്വർ ആയിരുന്നു ആദ്യ തലസ്ഥാനം. പിൻകാല തലസ്ഥാനം കനൗജായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ആദ്യം താനേശ്വരായിരുന്നു, പിന്നീട് കനൗജായിരുന്നു വർദ്ധന സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ, പുലികേശി രണ്ടാമൻ എന്നിവർ ഹർഷവർദ്ധൻ്റെ സമകാലീനരായിരുന്നു. അപ്പോൾ പുലികേശി എന്നൊക്കെ പറയുന്നത് ആരായിരുന്നു? ചാലൂക്യ രാജാവാണ്. മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ എന്ന് പറയുന്നത് വർദ്ധന സാമ്രാജ്യത്തിൻ്റെ രാജാവല്ല. എന്നാൽ ഇവരൊക്കെ ആരുടെ സമകാലീനായിരുന്നു? ഹർഷവർദ്ധൻ്റെ സമകാലീനരായിരുന്നു. പുലികേശി രണ്ടാമൻ ഹർഷവർദ്ധനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവ്. പുലികേശി ഒന്നാമനല്ല, പുലികേശി രണ്ടാമൻ ഈ ഹർഷവർദ്ധനെ, അതായത് വർദ്ധന സാമ്രാജ്യ രാജാവായിരുന്ന ഹർഷവർദ്ധനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പുലികേശി രണ്ടാമൻ ചാലൂക്യ രാജാവാണ്. അദ്ദേഹം ഹർഷവർദ്ധനെ പരാജയപ്പെടുത്തിയിട്ട് ഉണ്ട്. ഓക്കെ, നോക്കൂ. രത്നാവലി, പ്രിയദർശിക, നാഗനന്ദ എന്നിവ ഹർഷൻ്റെ കൃതികളാണ്. രത്നാവലി, പ്രിയദർശിക, നാഗനന്ദ എന്നിവ ഹർഷൻ്റെ കൃതികളാണ്. പുഷ്യഭൂതി വംശത്തിലെ പ്രധാന രാജാവായിരുന്നു ഹർഷൻ. നളന്ദ സർവകലാശാല ഹർഷൻ്റെ കാലത്ത് നിലനിന്നിരുന്ന പ്രധാന സർവകലാശാലയായിരുന്നു. 5 വർഷത്തിലൊരിക്കൽ ഹർഷൻ ജനങ്ങളുടെ സമ്മേളനം വിളിച്ചുകൂട്ടുക. ജനങ്ങളുടെ സമ്മേളനം വിളിച്ചുകൂട്ടുകയും സമ്മേളനത്തിൻ്റെ അവസാനം മുൻ വർഷങ്ങളിൽ രാജാവ് നേടിയ സമ്പത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് വളരെ നല്ലൊരു കാര്യമാണല്ലേ. അപ്പോൾ 5 വർഷത്തിലൊരിക്കൽ, നമ്മളിവിടെ 5 വർഷത്തിലൊരിക്കലാണല്ലോ ഇവിടെ ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ 5 വർഷത്തിലൊരിക്കൽ ഹർഷൻ ജനങ്ങളുടെ സമ്മേളനം വിളിച്ചുകൂട്ടുകയും ചർച്ചകളൊക്കെ നടത്തുകയും സമ്മേളനത്തിൻ്റെ അവസാനം മുൻ വർഷങ്ങളിൽ രാജാവ് നേടിയ സമ്പത്ത് ജനങ്ങൾക്കായിട്ട് തന്നെ വീതിച്ചു നൽകുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാല തക്ഷശില, ബീഹാറിലാണ് തക്ഷശില. വടക്കേ ഇന്ത്യയിലെ അവസാന ഹിന്ദു രാജാവ് ഹർഷവർദ്ധനൻ. ശിലാദിത്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഹർഷവർദ്ധനൻ. പുലകേശി രണ്ടാമൻ്റെ ആക്രമണങ്ങളെ കുറിച്ച് വിവരം നൽകുന്ന ശാസനം ഐഹോൾ ശാസനം. പുലകേശി രണ്ടാമൻ വർദ്ധന സാമ്രാജ്യത്തിനൊക്കെ ആക്രമിച്ചല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് വിവരം നൽകുന്ന ശാസനമാണ് ഐഹോൾ ശാസനം. ഹർഷവർദ്ധനൻ്റെ സദസ്സിലെ ചണ്ടാല കവി മാതങ്കി ദിവാകരൻ. ചണ്ടാല കവി എന്നൊക്കെ എടുത്തു പറയുന്നതിൻ്റെ കാരണം ആ കാലത്ത് വളരെയധികം കാസ്റ്റിസമൊക്കെ നിലനിന്നിരുന്നൊരു സമയമാണ് ഹിന്ദു ഇതിനകത്ത്. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരു ചണ്ടാല കവിക്കൊക്കെ സദസ്സിൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഹർഷവർദ്ധൻ ജനങ്ങളിലെ എങ്ങനെയാണ് അദ്ദേഹം കണ്ടിരുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു വിശാലമായിട്ടുള്ള ഒരു ഔട്ട്ലുക്കാണ് അവിടെ കാണിച്ചു തരുന്നത്. മാതങ്കി ദിവാകരനായിരുന്നു ആ വ്യക്തി. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ പൂർവ്വകാല ഇന്ത്യ ചരിത്രം. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോകണം? അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ മധ്യകാല ഇന്ത്യ ചരിത്രം പഠിക്കും. അപ്പോൾ ഈ ക്ലാസ് ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസൊക്കെ പലരും പറയുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. തീർച്ചയായും നിങ്ങൾ വീഡിയോകൾ 1 by 1 ആയിട്ട് കാണാം, റാൻഡമായിട്ട് കാണാതിരിക്കുക. അപ്പോൾ ഇനി എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റുകൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിലിടുക. നമ്മുടെ വിവരങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക് യു.